പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഓരോ ദിവസവും പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ സ്നേഹം, പുതിയ സ്നേഹം ഞങ്ങൾക്ക് അനുഭവേദ്യമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ജീവന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. ആ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായിട്ട് ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ആമീൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസത്തിന്റെ 25-ാം ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ തിരുവചനങ്ങളിലൂടെ ഈശോ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവരാജ്യത്തെ പലതുമായിട്ട് ഈശോ ഉപമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവരാജ്യം എന്ന് നമ്മൾ മനസ്സ് വരുമ്പോൾ എന്തൊരു സ്ഥലമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മനസ്സിലാകാത്ത എന്തൊക്കെയായി, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അതിൽ ഈശോ നമ്മളോട് പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 17-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുന്നു: ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്താണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഈശോ പറയുന്നത്? അതായത്, ഈ ദൈവരാജ്യം എന്നത് നിയമങ്ങളുടെ ഒരു പട്ടികയോ അല്ലെങ്കിൽ ഒരു ആചാരങ്ങളുടെ ഒരു സമാഹാരമോ ആന്തരികമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ നിയമങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ അല്ല, അതിനനുസരിച്ച് ഒരു ആന്തരികമായിട്ടുള്ള മാറ്റം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം കടന്നു ചെന്ന് അത് ആഴ്ന്നിറങ്ങി അത് നമ്മളിൽ പരിവർത്തനം നടത്തി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഹൃദയത്തിന്റെ അവസ്ഥയാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഹൃദയമാണ് ദൈവരാജ്യത്തിന്റെ ഇടം. നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ എന്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ വാസസ്ഥലമാണെങ്കിൽ, ആ ദൈവമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ രാജ്യം. ഒരുപക്ഷെ നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ഭയങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കി എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ മതിക്കുന്നത്, എനിക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യം, അത് എൻ്റെ രാജ്യം, എൻ്റെ ഹിതം അതാണ്. എന്നാൽ ഈശോ എൻ്റെ ജീവിതത്തിലെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഈശോ ആണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നതെങ്കിൽ, ഈ ഈശോ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവായിട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവിടെ പ്രതികാരം മാറി ക്ഷമ കടന്നു വരും. അതുപോലെ തന്നെ അസ്വസ്ഥത മാറിയിട്ട് സമാധാനം കടന്നു വരും. ആശങ്ക മാറി നമുക്ക് വിശ്വാസത്തിൽ വേറുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവരാജ്യത്തിന്റെ ഈ ഒരു അനുഭവം മറയ്ക്കുന്നത് പാപത്തിന്റെ അവസ്ഥകളാണ്. നമ്മൾ പാപം കടന്നു വരുമ്പോൾ ആ പ്രകാശം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അന്ധകാരമായി പോവുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യം യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകുന്നില്ല, പാപത്താൽ അത് മറയ്ക്കപ്പെടുകയാണ്. അപ്പൊ വീണ്ടും ഈ അവസ്ഥ സംജാതമാകണമെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവ്, സന്തോഷം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, കുമ്പസാരത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ശുദ്ധമായ ഹൃദയത്തോടു കൂടെയൊക്കെ നമുക്ക് ആ ദൈവരാജ്യത്തിന്റെ തെളിച്ച നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. അപ്പൊ നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തിന്മയും അതുപോലെ പാപവും അശുദ്ധിയും ഒക്കെ കടന്നു വരാനായിട്ട് സാധ്യതകൾ കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രഭാതവും നമ്മൾ പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങ് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തെ അങ്ങയെ കാണാൻ തക്ക രീതിയിൽ അങ്ങ് ശുദ്ധമാക്കണമേ. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എനിക്ക് നൽകണമേ. അപ്പോൾ ദൈവരാജ്യം അനുഭവിക്കുന്നവരുടെ പ്രത്യേകത നീതിയോടെ അവർ ജീവിക്കുന്നു, സത്യസന്ധത പാലിക്കുന്നു, കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, സമൂഹത്തില്, എവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതം
തന്നെ ഒരു ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനമായിട്ട് മാറും. ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് എൻ്റെ ആ സാന്നിധ്യം തന്നെ ഒരു ദൈവത്തിന്റെ ഇടപെടലായിട്ട് സാന്നിധ്യമായിട്ട് മാറണം. സമാധാനം കൊടുക്കുന്നതാകണം. കുടുംബത്തില് ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്ക്, നമ്മൾ ഇടപെടുന്ന ഇടത്ത്, ജോലി സ്ഥലത്ത് മറ്റുള്ളവരെ നമ്മൾ ഒരുമിച്ച് കൂട്ടുമ്പോഴൊക്കെ ഈ സമാധാനം സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ മനസ്സിലാക്കാം, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ രാജ്യം ഉണ്ട്, ദൈവം അവിടെ വസിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് നമുക്ക് ആലോചിച്ചു, എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത് എന്താണ്? ദൈവമാണോ? അവിടുത്തെ സമാധാനമാണോ? അതോ ലോകമാണോ? ലോകത്തിലെ ആശങ്കകളും ഭയവും ഒക്കെയാണോ? അപ്പോൾ ഭയമാണ് എൻ്റെ ദൈവമായിട്ട് മാറുന്നത്. അവിടെ സമാധാനം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ആ സാന്നിധ്യം നമ്മൾ ധ്യാനിക്കുന്ന ദിനങ്ങളാണ് ഈ ക്രിസ്മസ് കഴിഞ്ഞുള്ള സമയം. ആ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനമാംസമായി ഇമ്മാനുവേലായി നമ്മോടൊപ്പം വസിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ കടന്നൊരു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് സമാധാനം നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞാണ് ഈശോയുടെ ജനത്തെക്കുറിച്ച് നമുക്ക് അറിയിപ്പ് കിട്ടുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ കൃപ നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം, ഈ പ്രഭാതത്തിൽ അങ്ങ് നൽകിയ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷവുമാണെന്ന് കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി പറയും. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ സമാധാനം സ്ഥാപിക്കാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.